പശ്ചിമ ബംഗാളിലെ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുക്കൽ നടന്ന ഒരു സംഭവമാണിത്. ഒരിക്കലൊരമ്മ തൻ്റെ ഏകദേശം 10 വയസ്സുള്ള മകനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ വളരെ വിഷമത്തോടെ ശ്രീരാമകൃഷ്ണനോട് പറഞ്ഞു, "ഗുരുവേ, എൻ്റെ മകന് മധുര പലഹാരങ്ങളോടും പ്രത്യേകിച്ച് പഞ്ചസാരയോടും ഭയങ്കര ആസക്തിയാണ്. ഇതവനെ രോഗിയാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. അവനെ ഉപദേശിക്കാൻ ഈ ലോകത്തിൽ അങ്ങേക്കു മാത്രമേ കഴിയൂ. എൻ്റെ മകനോട് പഞ്ചസാര അധികം കഴിക്കരുതെന്ന് അങ്ങ് പറയണം." ശ്രീരാമകൃഷ്ണൻ ശാന്തമായി അമ്മയെയും കുട്ടിയെയും നോക്കി. അദ്ദേഹം പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞ് "ഇന്ന് പോയി വരൂ. ഈ വിഷയം സംസാരിക്കാനായി നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വീണ്ടും വരണം." അമ്മയ്ക്ക് അത്ഭുതമായി. വളരെ ലളിതമായ ഒരു ഉപദേശം പറയാൻ എന്തിനാണ് 2 ആഴ്ചത്തെ സമയം? എങ്കിലും ദൈവതുല്യനായ ആ മഹാത്മാവിൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചു. കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മയും മകനും വീണ്ടും ശ്രീരാമകൃഷ്ണന്റെ അടുക്കലെത്തി. അവർ കാത്തിരുന്നതുപോലെ തന്നെ സംഭവിച്ചു. ശ്രീരാമകൃഷ്ണൻ ആ കുട്ടിയെ വളരെയധികം സ്നേഹത്തോടെ അടുത്തു വിളിച്ചു. വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടിയിട്ട് വളരെ സൗമ്യമായ സ്വരത്തിൽ പറഞ്ഞു, "മോനെ, അധികം പഞ്ചസാര കഴിക്കുന്നത് മോന്റെ ആരോഗ്യത്തിന് ദോഷകരമാണ്. അത് നിനക്ക് ധാരാളം അസുഖങ്ങൾ വരുത്തിവെക്കും. മോന്റെ അമ്മയ്ക്ക് മോൻ മാത്രമല്ലേ ഉള്ളൂ. മോൻ വേണ്ടേ വലുതായതിനു ശേഷം മോന്റെ അമ്മയെ നന്നായി നോക്കാൻ? അപ്പോൾ മോൻ വയ്യാത്തയായാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതിനാൽ മോൻ പഞ്ചസാര അധികം കഴിക്കുന്നത് നിർത്തണം. എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ആവശ്യത്തിനു മാത്രമേ കഴിക്കാവൂ. അധികമായാൽ അമൃതം വിഷമാണ്." അമ്മ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു. അമ്മയുടെ സംശയം. സംഭാഷണം അവസാനിച്ചപ്പോൾ അമ്മ വിനയത്തോടെ ചോദിച്ചു, "ഗുരുവേ, അങ്ങ് ഇതേ ഉപദേശം തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഇത് പറയാൻ എന്തിനാണ് അങ്ങ് ഞങ്ങളെ 2 ആഴ്ച കാത്തിരുന്നത്? അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് 2 ആഴ്ചത്തെ ആസക്തി കുറയ്ക്കാനായിരുന്നില്ലേ?" ശ്രീരാമകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "അമ്മേ, 2 ആഴ്ച മുമ്പ് ഞാനും കുറച്ചധികം പഞ്ചസാരയും മധുര പലഹാരങ്ങളും കഴിക്കുന്ന ഒരാളായിരുന്നു. എനിക്കുള്ള ഒരു ദോഷത്തെക്കുറിച്ച് മറ്റൊരാളെ ഉപദേശിക്കാൻ എനിക്ക് ധാർമ്മികമായി അവകാശമില്ല. ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാളെ ഉപദേശിക്കുന്നതിനു മുൻപ് ഞാൻ സ്വയം അതിനാദ്യം പ്രാപ്തനായിരിക്കണം. അതായത്, ഞാൻ ആ കുട്ടിയെ ഉപദേശിക്കുന്നതിനു മുൻപ് എൻ്റെ സ്വന്തം ആസക്തി ഞാൻ ഉപേക്ഷിക്കേണ്ടിയിരുന്നു. ഈ 2 ആഴ്ചക്കാലം ഞാൻ എൻ്റെ മധുരത്തോടുള്ള ആസക്തി പൂർണ്ണമായും നിയന്ത്രിച്ച് അതുപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ഈ ഉപദേശം നൽകാൻ അർഹതയുണ്ട്." ഈ കഥയിലെ സന്ദേശം. ഈ ലളിത കഥ വലിയൊരു ജീവിത തത്വം പഠിപ്പിക്കുന്നു. നാം മറ്റൊരാളെ ഉപദേശിക്കുന്നതിനു മുൻപ് ആ ഉപദേശം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കണം. ഉപദേഷ്ടാവ് വാക്കുകളാൽ മാത്രം പഠിപ്പിക്കരുത്, മറിച്ച് സ്വന്തം പ്രവൃത്തികളാൽ മാതൃക കാട്ടണം. ഉപദേശത്തിന്റെ ശക്തി വാക്കുകളിലല്ല, മറിച്ച് പറയുന്നയാളുടെ ആത്മാർത്ഥതയിലും ജീവിത വിശുദ്ധിയിലുമാണ്. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തങ്ങളുടെ സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമാക്കണം. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ആദ്യം നമ്മൾ അങ്ങനെ ജീവിച്ചു കാണിക്കുക. ഇതാണ് ഈ കഥയുടെയും ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയ തത്വം. വാക്കുകൾ ആകാശത്തലിഞ്ഞു പോകും, എന്നാൽ ജീവിതം കൊണ്ട് നാം പണിതുയർത്തുന്ന മാതൃകകൾ എന്നും നിലനിൽക്കും. നന്ദി.